തുലാം രാശി അഥവാ തുലാക്കൂർ എന്ന് പറയും. ചിത്രയുടെ മൂന്നാവും നാലും പാദങ്ങൾ ചേരുന്നതും ചോതിയും വിശാഖത്തിൻ്റെ ആദ്യത്തെ 1, 2, 3 പാദങ്ങൾ ചേരുന്ന നക്ഷത്രങ്ങളാണ് തുലാക്കൂറിൽ ഉണ്ടാവുക. തുലാക്കൂറുകാരെ കുറിച്ച് പറയുകയാണെങ്കിൽ പൊതുവെ നിങ്ങൾക്കിവിടെ അഷ്ടമത്തിൽ വ്യാഴം നിൽക്കുന്നതും 5-ൽ ശനി നിൽക്കുന്ന ഒരു കാലഘട്ടമാണ്. ഈ നക്ഷത്രാധിപൻ ദശാനാഥൻ്റെയും എല്ലാം ഫലങ്ങൾ കൊണ്ട് മാറ്റങ്ങൾ സംഭവിക്കാം എന്നുള്ളതും കൂടി എടുത്തു പറയാം. പൊതുവെ പറയുകയാണെങ്കിൽ തന്നെ നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും മറ്റുള്ളവർക്ക് ഉപകരിക്കുമെങ്കിലും സ്വന്തം ജീവിതത്തിൽ അർത്ഥപൂർണമാവുകയില്ല എന്നാണ് പറയുക. ഔദ്യോഗികമായി ഉത്തരവാദിത്തങ്ങൾ നിങ്ങൾക്ക് വർദ്ധിക്കും എന്നാണ് പറയുക. അറിവുള്ള വിഷയങ്ങൾ ആവശ്യമുള്ള സമയത്ത് അവതരിപ്പിക്കുവാൻ സാധിക്കുകയില്ല എന്നാണ് പറയുക. ആരോഗ്യത്തിൽ പ്രത്യേകമായ ശ്രദ്ധകൾ വേണം എന്നുള്ളതും കൂടി എടുത്തു പറയുന്നു. അർഹമായ പിതൃസ്വത്ത് രേഖാപരമായി ലഭിക്കുന്ന ഒരു യോഗം കാണുന്നു. പൂർവിക സ്വത്തുക്കളെല്ലാം ലഭിക്കും. കേസെല്ലാം ജയിച്ച് നിങ്ങൾക്ക് അനുകൂലമാവും എന്നുള്ളതാണ് പറയുക. ബന്ധപ്പെട്ടവരുടെ അല്ലെങ്കിൽ ബന്ധുക്കളുടെ തെറ്റിദ്ധാരണകൾ ഒഴിവാക്കുവാൻ വ്യക്തമായ വിശദീകരണം നൽകുവാൻ ഇടവരും എന്നുള്ളതും കൂടിയും പറയുന്നു. വ്യക്തിത്വ വികസനത്തിന് തയ്യാറാകുന്നത് എതിർപ്പുകളെ അതിജീവിക്കുന്നതിനും വഴിയൊരുക്കുന്ന ഒരു കാലഘട്ടമാണ്. ജീവിത പങ്കാളിയുടെ പേരിൽ വ്യാപാരങ്ങൾ ഏർപ്പെടുവാനും വാങ്ങുവാനും അല്ലെങ്കിൽ പുതിയ ബിസിനസ്സുകൾ തുടങ്ങുവാനും വളരെ അനുകൂലമായ സമയമാണ് എന്നാണ് പറയുക. തുലാക്കൂറുകാരുടെ എല്ലാ കാര്യങ്ങളിലും നല്ല ശ്രദ്ധ പുലർത്തണം എന്നാണ് പറയുക. ഇപ്പോൾ പുതിയ തൊഴിൽ തുടങ്ങുന്നതിനോ അല്ലെങ്കിൽ വീട് വയ്ക്കുന്നതിനോ ലോണോ കടബാധ്യതയോ ജാമ്യമോ ഇവയിൽ ചെന്ന് ചാടരുത്. നിങ്ങളുടെ കാര്യങ്ങൾക്ക് മാത്രം നിങ്ങൾ ചെയ്യുക. ആലോചിക്കാതെ ചെയ്തു പോയ പല കാര്യങ്ങളുടെ ഫലമായി അനർത്ഥങ്ങൾ ഉണ്ടാകുവാൻ ഇടയുണ്ട് എന്നുള്ളതും കൂടി പറയണം. പ്രത്യേകം സൂക്ഷിക്കണം. ഈ ഒരു യോഗമുള്ളത് കൊണ്ട് തന്നെ ഉദ്യോഗസ്ഥർക്ക് മേലധികാരികളിൽ നിന്നും ദോഷാനുഭവങ്ങൾ ഉണ്ടാകാം എന്നുള്ളതും മേലുദ്യോഗസ്ഥരുടെ സഹപ്രവർത്തകരുടെയും സൗമ്യമായി പെരുമാറുന്നത് നിങ്ങൾക്ക് ഗുണം ചെയ്യും എന്നുള്ളതാണ് പറയുക. കൂടുതൽ കഠിനമായി പ്രയത്നിക്കേണ്ടി വരുന്ന കാലഘട്ടമാണ്. സാമ്പത്തിക ഞെരുക്കം ഉണ്ടാകുമെങ്കിലും ബന്ധുക്കളും സുഹൃത്തുക്കളും വഴി നിങ്ങൾക്ക് പലവിധത്തിലുള്ള സഹായങ്ങൾ ലഭിക്കും. വീഴ്ച മുറിവ് ചതവ് വരാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. വാഹനങ്ങളിൽ നിന്നും അപകടം സംഭവിക്കാനുള്ള യോഗം കൂടിയും എടുത്തു പറയേണ്ടതായ മറ്റൊരു സമയമാണ് എന്നാണ് പറയുക. ഇപ്പോൾ കഷ്ടതകളും നഷ്ടങ്ങളൊക്കെ ദുരിതങ്ങളൊക്കെ അനുഭവിക്കുന്ന ഒരു കാലഘട്ടമാണ് എന്നാണ് പറയുക. പൊതുവേ നമുക്ക് പറയുകയാണെങ്കിൽ തന്നെ ഈ ഒരു വർഷം മുഴുവനും ഗുണദോഷ സമ്മിശ്രമായ കാലമാണ്. സ്വജനങ്ങളിൽ നിന്നും സഹായങ്ങളും വിവാഹ മംഗളാദി കർമ്മസിദ്ധിയും ബന്ധുജനപ്രീതിയും വസ്ത്രാഭരണ സിദ്ധിയും കർമ്മപുരോഗതിയും സന്താന സൗഖ്യങ്ങളും സ്വജന വിരോധവും മനോവ്യസനങ്ങളും ധനവ്യയങ്ങളും അംഗാഭിരോഗങ്ങളും സ്ഥാനചലനങ്ങളും കാര്യപ്രതിബന്ധങ്ങളും വരാനുള്ള യോഗം കൂടി പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായ ഒരു കാലഘട്ടമാണ്. അതേപോലെ തന്നെ കണ്ണിന് സംബന്ധപ്പെട്ട നയനരോഗങ്ങളും ആയുധഭയവും ഉണ്ടാകുവാനും യോഗം കാണുന്നു. അല്ലെങ്കിൽ പിതൃസുഖഹീനതയും പിതൃക്കൾക്ക് ആപത്തുകളും കർമ്മലാഭവും ധനപുഷ്ടിയും ഉണ്ടാകുന്ന ഒരു സമയമാണ്. ഗൃഹലബ്ധിയും സ്ഥാനമാന പദവികളും അലങ്കരിക്കും. അതേപോലെ തന്നെ ധനവ്യയങ്ങളും കാര്യതടസ്സങ്ങളും ഉണ്ടാകും. കർമ്മതടസ്സങ്ങളും മനോവ്യസനവും സാമ്പത്തിക പരാജയങ്ങളും അരിഷ്ടതയും ഉണ്ടാകുവാനുള്ള സാധ്യതകൾ കാണുന്നു. ഗൃഹത്തിൽ സർവൈശ്വര്യ പൂജ ചെയ്യുന്നതും അഭിവൃദ്ധിയായിരിക്കും. സുദർശന പൂജകളും ഗണപതി ഹോമങ്ങളും ഭഗവത് സേവയും ചെയ്യുന്നതും ചെയ്യും എന്നുള്ളതാണ് പറയുക. അപ്പോൾ ദോഷകാഠിന്യത്തെ കുറച്ച് ദോഷത്തിൻ്റെ ആ ശക്തിയെ കുറച്ചിട്ട് നിങ്ങൾക്ക് ഗുണങ്ങളും അഭിവൃദ്ധികളും ഐശ്വര്യങ്ങളും ഉണ്ടാകും എന്നാണ് പറയുക. ദമ്പതികൾക്ക് വളരെ അനുകൂലമായ സമയമാണ്. ദമ്പതികൾ ജോലിക്ക് ശ്രമിക്കുന്നവർക്കും വീട് വയ്ക്കുന്നവർക്കും നല്ല അനുകൂലമായ യോഗങ്ങൾ കാണുന്നുണ്ട്. സിനിമാ മേഖലയിലും കലാപരമായിട്ടും അതേപോലെ തന്നെ നമുക്ക് രാഷ്ട്രീയത്തിലും ഉള്ള ആളുകൾക്കും വളരെ അനുകൂലമായ ഒരു സമയമാണ് എന്ന് പറയുന്നു. പൊതുവെ നല്ലൊരു സമയം തന്നെ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ വീട്ടിൽ വെച്ചിട്ട് ഗണപതി ഹോമം, ഭഗവത് സേവ, പുരുഷ സൂക്തം, ഐക്യമത്യ സൂക്തം, അതേപോലെ തന്നെ ഭാഗ്യസൂക്തം എന്നീ വഴിപാടുകൾ എന്നീ പൂജകളും വീട്ടിൽ ചെയ്യുക. അല്ലെങ്കിൽ ചെയ്യാൻ കഴിയാത്തവർ അടുത്തുള്ള ക്ഷേത്രങ്ങളിൽ ചെയ്യുന്നതും വളരെ ഗുണം ചെയ്യും. ദോഷത്തിൻ്റെ കാഠിന്യം കുറച്ച് തരും എന്നാണ് പറയുക. അങ്ങനെ ആയിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ദോഷങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം മാറി അർഹമായ യോഗങ്ങൾ വന്നു ചേരും. അതിലൂടെ തന്നെ നിങ്ങളുടെ മനസ്സമാധാനം കൂടും. ദാമ്പത്യ പ്രയാസങ്ങൾ മാറിക്കിട്ടും. ദാമ്പത്യ ഐക്യത വന്നു ചേരും. പരസ്പര വിശ്വാസങ്ങൾ വന്നു ചേരും. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ഉന്നത മികവ് ലഭിക്കുന്നതായിരിക്കും.